Okay, and now we have studied all the two-port parameters Z, Y, uh, A, B, C, D or transmission parameters, H parameters. Now we have to look into the interrelationships between each parameters. We can express Z parameter in terms of other three. That means if we know Y parameter or ABCD parameter or hybrid parameters, we can easily derive the Z parameters from those values. Similarly, all the four parameters can be expressed or derived from other three parameters. That means നമുക്ക് ഏതെങ്കിലും ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ബാക്കി മൂന്ന് പാരാമീറ്റേഴ്സിനെയും അതിന്ന് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വി ക്യാൻ എക്സ്പ്രസ് Z in terms of Y. Y പാരാമീറ്റേഴ്സ് നമുക്കറിയാം, 4 വാല്യൂസ് ഉണ്ട്. Y11, Y12, Y21. ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതിന്ന് Z എങ്ങനെ എഴുതാം, അതിന്ന് ഹൈബ്രിഡ് എങ്ങനെ എഴുതാം, അതിന്ന് ട്രാൻസ്മിഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു എക്സ്പ്രസ് Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ. അപ്പോൾ അതർ പാരാമീറ്റേഴ്സ് ബാക്കി മൂന്നെണ്ണം ആരൊക്കെയാണ്? ഈ സെഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതർ ത്രീ പാരാമീറ്റേഴ്സ് വൈ ഉണ്ട്, ABCD ഉണ്ട്, സിമിലർലി hybrid ഉണ്ട്. So first we are going to study derive expression for Z parameters in terms of other parameters like Z parameter in terms of Y parameter. First one, Z parameter in terms of Y. സോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് വൈ പാരാമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ വൈ പാരാമീറ്റേഴ്സ് നമുക്കറിയാം Y11, Y12, Y21, Y22. ദീസ് ആർ ദ 4 വൈ പാരാമീറ്റേഴ്സ്. നൗ നമുക്ക് വൈ പാരാമീറ്റേഴ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എഴുതാം. I1, വി നോ ദാറ്റ് I1 ഇസ് ഈക്വൽ ടു വൈ പാരാമീറ്ററിൻ്റെ V1 പ്ലസ് Y12 V2. അതായത് കറണ്ട് രണ്ട് പോർട്ടിലും കറണ്ട് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആണ് വൈ പാരാമീറ്റർ. ദീസ് ടു ആർ ദ എക്സ്പ്രഷൻ ഫോർ വൈ പാരാമീറ്റേഴ്സ്. അതായത് നമുക്കൊരു ക്രാമേഴ്സ് റൂൾ, ഹോപ്പ് യു ഓൾ ആർ അവെയർ ഓഫ് ക്രാമേഴ്സ് റൂൾ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, എ ഈക്വൽ ടു സി എക്സ് വൺ പ്ലസ് ഡി CX1 plus DY1. B is equal to EX2 plus FY2. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സിയും ഇയും ഡിയും എഫ് ഒക്കെ കണ്ടുപിടിക്കാം യൂസിങ് ക്രാമേഴ്സ് റൂള്. അപ്പോൾ നമുക്ക് ഇതൊരു മെട്രിക്സ് ആയിട്ട് എഴുതാം. നമുക്ക് എങ്ങനെ എ ബി മെട്രിക്സ് ഇസ് ഈക്വൽ ടു C D E F divided by x1 y1. These are not x2 y2, x1 y1. രണ്ടും x1 y1 ആണ്. ഓക്കെ, ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കാം? x1 is equal to നമ്മുടെ CDEF മെട്രിക്സ് ഉണ്ടല്ലോ, CDEF മെട്രിക്സിൽ x1 എടുക്കുന്നത് സിൻ്റെയും ഇൻ്റെയും കോഎഫിഷ്യൻ്റ്, അല്ല x1ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് C ആൻഡ് E. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് x1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കോഎഫിഷ്യൻ്റ് AB എന്ന് റീപ്ലേസ് ചെയ്യുക, സിയും ഇയും റീപ്ലേസ് ചെയ്യുക, ആൻഡ് DF ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് എടുക്കേണ്ടത്, ഡിറ്റർമിനൻ്റ് ദെൻ CDEF. അതേമാതിരി Y1 ആണെങ്കിൽ Y1ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടിരിക്കുന്നത് ഡിയും എഫ്. അപ്പോൾ ഡിയും എഫിനെയും CE അവിടെ തന്നെ നിർത്തുക, ഡിയും എഫിനെയും AB വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ദെൻ CDEF എന്ന് ദീസ് ടു ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമുക്ക് Y1 കിട്ടി, X1 കിട്ടി. അതാണ് ഇതിൻ്റെ സാധാരണ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്രാമേഴ്സ് റൂൾ, അപ്ലൈയിങ് ക്രാമേഴ്സ് റൂൾ. Therefore V1 നമുക്ക് എങ്ങനെ എഴുതാം? V1 is equal to ഡിറ്റർമിനൻ്റ് ഓഫ് Y11 ഉം Y21 ആണ്
നമ്മുടെ V1ൻ്റെ കോഎഫിഷ്യൻ്റ് അതിനെ മാറ്റിയിട്ട് I1 I2 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് മാട്രിക്സ് I അല്ലെങ്കിൽ I1 I2 ഈക്വൽ ടു y11 y12 y21 y22 ഇൻറ്റു V1 V2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ y മാട്രിക്സിലെ ആദ്യത്തെ കോളം മാറ്റി I1 I2 ആക്കി. ദെൻ രണ്ടാമത്തേന് മാറ്റമൊന്നുമില്ല, രണ്ടാമത്തെ നമുക്ക് അവിടെ തന്നെ നിർത്താം. y12 y22 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് y, ശരിക്കുള്ള y11 y12 y21 y22. ദെൻ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. മുകളിൽ നമുക്ക് y22 I1 മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് y22 ഇൻറ്റു I1 മൈനസ് y12 ഇൻറ്റു I2 ഡിവൈഡഡ് ബൈ y11 y22 മൈനസ് y12 y21. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഡിനോമിനേറ്റർ ടേമിനെ വൈയുടെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഡെൽറ്റ വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും y22 ബൈ ഡെൽറ്റ വൈ I1 മൈനസ് y12 ബൈ ഡെൽറ്റ വൈ I2. ഓക്കെ, ഇപ്പം നമുക്ക് we have V1 in terms of I1 and I2. V1 is equal to, now V1 is equal to y22 delta y into I1 minus y12 delta y into I2. Okay, സാധാ Z parameters in the equation. സാധാ comparing it with Z parameter equation. General Z parameter equation എന്താണ്? V1 is equal to Z11 I1 plus Z12 I2. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z11 is equal to y22 by delta y അല്ലേ? Z11 is equal to y22 by delta y. Z12 is equal to മൈനസ് y12 ബൈ ഡെൽറ്റ വൈ. ഇപ്പോൾ രണ്ട് Z പാരാമീറ്റർ ആയില്ലേ. നമുക്ക് ഇനി രണ്ടാളെയും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എക്സ്പ്രഷൻ ഫോർ V2 യൂസിങ് ക്രാമേഴ്സ് റൂൾ V2 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് വൈയിൽ ആദ്യത്തെ റോ മാറ്റി, ആദ്യത്തെ കോളം സെയിം തന്നെ y11 y1 y21. ദെൻ രണ്ടാമത്തെ കോളം മാറ്റിയിട്ട് അവിടെ I1 ആൻഡ് I2 ഡിവൈഡഡ് ബൈ y11 y12 y21 y22. കാരണം V2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ ആളായിരുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ y11 I2 മൈനസ് y21 I1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. അപ്പോൾ y11 ബൈ ഡെൽറ്റ വൈ ഇൻറ്റു I2 മൈനസ് y21 ബൈ ഡെൽറ്റ വൈ ഇൻറ്റു I1. അപ്പോൾ I1 എന്നുള്ളതിനെ ആദ്യം എഴുതാം. അപ്പോൾ നമുക്ക് V2 is equal to മൈനസ് y21 ഡെൽറ്റ വൈ ഇൻറ്റു I1 പ്ലസ് y11 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഇൻറ്റു I2. Then compare it with second Z parameter equation. V2 in terms of I1 and I2 minus Z21 I1 plus Z22 I2. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z21 is equal to മൈനസ് y21 ബൈ ഡെൽറ്റ വൈ അല്ല, ഈ ഒരു ടേം. ദെൻ Z22 is equal to y1 by delta y. അപ്പോൾ now we have all the Z parameter. Z11 equal to y22 by delta y. Z12 equal to minus y12 by delta y. Z21 is equal to minus y21 divided by delta y. Z22 equal to y11 by delta y. സിമ്പിളാണ്. 4
വൈ പാരാമീറ്റേഴ്സ് നമുക്കറിയാമെങ്കിൽ അതിൽ നിന്ന് സിമ്പിളായിട്ട് ഇസഡ് പാരാമീറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ സപ്പോസ് നമുക്ക് വൈ പാരാമീറ്റർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ 3 2 2 3 വേണ്ട 1 2. അപ്പോൾ നമുക്ക് ആദ്യം ഡെൽറ്റ വൈ കണ്ടുപിടിക്കാം. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ 3 × 2 മൈനസ് 1 × 2, അപ്പോൾ 4 കിട്ടി. ഇനി നമുക്ക് Z11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y22 ബൈ ഡെൽറ്റ വൈ. y22 നമുക്കറിയാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ആണ്. ഡെൽറ്റ 2/4. Z12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് y12. അപ്പോൾ ഇവിടെ എഴുതി വെക്കുക. y11 is equal to 3, y12 is equal to 2. ആ മെട്രിക്സ് നോക്കിയാൽ നമുക്കറിയാം y21 is equal to 1, y22 is equal to 4. ഡെൽറ്റ y is equal to y22 is equal to 2 and ഡെൽറ്റ y is equal to 4. അപ്പോൾ Z12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് y12. മൈനസ് y12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2 ഡിവൈഡഡ് ബൈ 4. സിമിലർലി Z21 മൈനസ് y12 ബൈ 4. Z21 മൈനസ് Z21, അപ്പോൾ മൈനസ് 1 ബൈ 4. സിമിലർലി Z22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y11 ബൈ ഡെൽറ്റ വൈ 3/4. ഇത്രയും ജസ്റ്റ് നോക്കി നമുക്ക് Z പാരാമീറ്റേഴ്സ് എഴുതാം if we get y parameters. This is the expression for z parameters in terms of y. Next നമുക്ക് z parameter in terms of other abcd parameter. Z parameter in terms of abcd parameter. In terms of abcd parameters. Now we have values of abcd, a and b and c. Now from that we have to derive expression for z parameter. Okay, we know that ABCD parameters V1 and I1 input parameters are expressed as a function of V1, V2 and minus I2. I2 എന്ന് പറയുന്നത് എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ റൈറ്റിംഗ് ദ general expression of ABCD parameters A V2 minus B I2. Similarly, I1 is equal to C V2 minus D I2. Okay, then this one is equation 1 and this is 2. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം. അതിന് C V2 is equal to I1 plus D I2 എന്ന് എഴുതാം. ഓക്കെ, ശരിയല്ലേ? ദെൻ V2 is equal to 1 by C into I1 plus D by C into I2. ഓക്കെ, ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാം. എക്സ്പ്രഷൻ ഫോർ z parameters in the second equation. We know that V2 is equal to Z21 I1 plus Z22 I2. അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Z21 is equal to 1 by C. Then Z22 is equal to D by C. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം Z11 in terms of ABCD parameter. Z11 അല്ല, Z21 is equal to 1 by C. Z22 is equal to Z21 is equal to 1 by C. Z22 is equal to D by C. Now half the work is done. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും again we go back to the equation 1. ഇക്വേഷൻ 1ൽ നമ്മൾ എന്ത് ചെയ്യുക? V2ന് എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 1. അപ്പോൾ നമുക്ക് V1 ഈക്വൽ ടു A ഇൻറ്റു V2 എന്നുള്ളതിന് പകരം 1 by C I1 പ്ലസ് D by C I2. ഓക്കെ, ദെൻ മൈനസ് AC A ഇൻറ്റു V2 മൈനസ് B ഇൻറ്റു I2. ജസ്റ്റ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. A by C I1 V1 is equal to plus A into D by C I2 minus B into I2. V1 equal to A by C I1 plus AD I2 minus B into C I2 all divided by C. Then നമുക്ക് വീണ്ടും again A by C I1 plus AD minus BC
divided by C into I2. Okay, now we have V1 in terms of I1 and I2. നമുക്കറിയാം Z പാരാമീറ്റേഴ്സിൽ V1 is equal to Z11 I1 plus Z12 I2. കമ്പയർ ചെയ്യുമ്പോൾ Z11 equal to A by C. Z11 is equal to A by C. Z12 is equal to AD minus BC by C. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പാരാമീറ്റേഴ്സായി. Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് എ ബി സി ഡി. Z ഇൻ ടേംസ് ഓഫ് എ ബി സി ഡി ആരൊക്കെ? Z11 is equal to A by C. ഓക്കെ, Z12 is equal to ഡിറ്റർമിനൻ്റ് ആ എ ബി സി ഡി പാരാമീറ്ററിൻ്റെ ഡിറ്റർമിനൻ്റാണ് എ ബി സി ഡി. അപ്പോൾ എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി. അത് തെറ്റാണ്ടിരിക്കാൻ അങ്ങനെ ഓർത്താൽ മതി. ഡിവൈഡഡ് ബൈ സി. ഒക്കെ ഇതിന് ഡിവൈഡഡ് ബൈ സി ആണ്. ദെൻ Z21 ജസ്റ്റ് 1 ബൈ സി. Z22 is equal to d by c. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ചില പ്രോബ്ലത്തിൽ നമ്മളത് ഡെറിവേഷൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട വാല്യൂസും കൂടിയാണ് Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് എ ബി സി ഡി. നെക്സ്റ്റ് വി നീഡ് ടു ലുക്ക് ഇൻ ടു Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റർ. Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് അറിയാമെന്ന് വിചാരിക്കുക. H11, H12, H21 ആൻഡ് H22. അതിൽ നിന്ന് നമുക്ക് V1ഉം V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 മാറ്റി എഴുതണം. അപ്പോൾ ഫസ്റ്റ് വി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ Z പാരാമീറ്റേഴ്സ്, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. V1 is equal to H11 I1 അല്ലേ. V1 ആൻഡ് I2 ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2. അതാണ് ഹൈബ്രിഡ്. H12 V2. Similarly, I2 is equal to H21 I1 plus H22 V2. നേരത്തെ ചെയ്ത മാതിരി തന്നെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 ആക്കി മാറ്റാം. അപ്പോൾ H22 V2 is equal to I2 മൈനസ് H21 I1. ഓക്കെ, അതിന്ന് V2 is equal to minus H21 by H22 I1 plus 1 by H22 V2. Okay, sorry, H22 I2. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ അതിൻ്റെ അടിയിൽ നമ്മൾ എന്താ എഴുതുക? Z പാരാമീറ്റർ ഇക്വേഷൻ V2 in terms of I1 and I2. Z21 I1 plus Z22 I2. ഇതാണ് Z പാരാമീറ്റർ ഇക്വേഷൻ. Again comparing, this term is Z21 and this term is Z22. അപ്പോൾ നമുക്ക് Z21 is equal to minus H21 by H22. Z22 1 by H22. രണ്ടെണ്ണം കിട്ടി. ഇനി ബാക്കി രണ്ടാളെയും കൂടി നമ്മൾ കണ്ടുപിടിക്കും. നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. V1 ഈക്വൽ ടു H11 I1 അവിടെ നിന്നോട്ടെ പ്ലസ് H12 V2ന് ഈ കിട്ടിയ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ഈ എക്സ്പ്രഷൻ V2ൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് H21 by H22 I1 plus 1 by H22 into I2. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. H11 I1 പ്ലസ് ഇവിടെ നമുക്ക് മൈനസ് H12 ഇൻറ്റു H21 ഡിവൈഡഡ് ബൈ H22 ഇൻറ്റു I1. ഹിയർ അഗൈൻ പ്ലസ് H12 by H22 I2. വീണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ H11 ഇൻറ്റു H22 മൈനസ് H12 ഇൻറ്റു H21 ഡിവൈഡഡ് ബൈ H22. ഈ ഫസ്റ്റ് രണ്ട് ടൈമിനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ രണ്ട് ടൈമിനെ സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്നതാണ് ഇൻറ്റു I1 പ്ലസ് H12 ബൈ H22 ഇൻറ്റു I2. Now we have V1 in terms of I1 and I2. നമുക്ക് V1 Z പാരാമീറ്റേഴ്സിന് V1 is equal to Z11 I1 plus Z22 I2.
കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഇതാണ് ഇസെഡ് ടൈം. Z11 is equal to H11 H22 minus H12 H21 divided by H22. ഇതിനെ വേണമെങ്കിൽ നമുക്ക് H പാരാമീറ്ററിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഡെൽറ്റ H ബൈ H22 എന്ന് എഴുതാം. Z12 is equal to H12 divided by H22 this time. അതാണ് Z22. അപ്പോൾ now we have Z parameters in terms of hybrid parameters. അതായത് Z11 equal to delta Z11 equal to delta H by H22 Z12 equal to H12 by H22. Similarly, Z21 നേരത്തെ കണ്ടുപിടിച്ചു. Z21 നെഗറ്റീവ് ആണ്, മൈനസ് H21 by H22. Z22 in terms of Z parameters is 1 by H22. Important ആണ്. Z parameters in terms of hybrid. Z parameters in terms of transmission നമ്മൾ പഠിച്ചു, hybrid പഠിച്ചു. Again നമ്മൾ ഇനീഷ്യലി എന്ത് പഠിച്ചു? Z in terms of Y parameters പഠിച്ചു. അപ്പോൾ ഈ 4 പേര് അവിടെ ഒന്ന് മാറ്റി എഴുതി വയ്ക്കുക. Z parameters in terms of ഫസ്റ്റ് നമ്മൾ പഠിച്ചത് in terms of Y parameters. അപ്പോൾ നമുക്ക് Z11 നമുക്ക് ഇത്രയും പേരെ കണ്ടുപിടിക്കണം. Z11 Z12 Z21 Z22. in terms of Y parameters നമുക്ക് എന്താ എഴുതാം? in terms of Y parameters Y parameter വെച്ച് നോക്കുമ്പോൾ Z11 is equal to Y22 by delta Y. Y22 by delta Y. Z12 is equal to minus Y12 by delta Y. Z21 is equal to Z21 minus Y21 by delta Y. Similarly, Z22 is equal to Y1 by delta Y. Okay. Then ഇനി നമുക്ക് ABCD പാരാമീറ്റേഴ്സിൻ്റെ ടൈംസിൽ Z പാരാമീറ്റേഴ്സ് again Z11 Z12 Z21 Z22 in terms of ABCD നമുക്കറിയാമെങ്കിൽ Z പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. Z11 is equal to A by C. Z12 is equal to AD minus BC by C. Then Z21 1 by C. Z22 എന്തായിരുന്നു D by C. Then third one in terms of hybrid parameters നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുള്ളൂ. Z11 equal to delta H by H22. Z11 is equal to delta H by H22. Then Z12 is equal to H12 divided by H22. Then here Z21 is equal to minus H21 divided by H22. And Z22 is equal to 1 by H22. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് അതർ 3 പാരാമീറ്റർ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് കുറേ വാല്യൂസ് കൊടുത്തേക്കുക. നമുക്ക് Y ഇതാണ്, ABCD ഇതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Z എത്ര വരുമെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. Y പാരാമീറ്റർ തന്നിട്ടുണ്ട്. Y മാട്രിക്സ് ഇസ് 4 6 9 8. അതിൽ നിന്ന് Z കണ്ടുപിടിക്കുക. ദെൻ ABCD 1 4 3 9. അതിൽ നിന്ന് Z പാരാമീറ്റർ കണ്ടുപിടിക്കുക. അഗെയിൻ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് 0.5 2.5 3 1. ഇതിൻ്റെ Z പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ഒന്ന് ഡു ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. ഓക്കെ. In next class we will derive expression for Y parameters in terms of other 3. Okay.